അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാനൊരു പരിഭ്രമപാത്രമാക്കും. അതൊരു ഭാരമുള്ള കല്ലായിരിക്കും. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. രണ്ട് ഭാഗം നാം ചിന്തിച്ചു. ഒന്ന് ജെറുസലേം, രണ്ട് പരിഭ്രമപാത്രം. ഇതൊരു ഭാരമുള്ള കല്ലായി വരുന്നു. ജെറുസലേം വിഷയത്തിൽ ഇസ്രായേൽ പലസ്തീൻ സംഘട്ടനം, ജാതികൾ കടന്നു വരും. ഇനി 4 പ്രവചനവാക്യം നിങ്ങൾ വായിക്കും, ഞാൻ കേൾക്കും. ഇതുവരെ ഒരുപക്ഷെ നിങ്ങളത് കേൾക്കാത്തതായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി മുൻപോട്ട് ചിന്തിക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ പ്രഭാഷണം അവസാനിക്കും. ഇന്നത്തെ ഇസ്രയേലിൻ്റെ ഒരു സംഭവം അയൺ ഡോം, അഥവാ ആകാശത്തിൽ വെച്ച് മിസൈലിനെ തകർക്കുന്ന, അതുകൂടെ പ്രസംഗിക്കുമ്പോൾ ഇന്ന് തീർക്കാം, ബാക്കി നാളെ. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. 1948 മെയ് 14 ഇസ്രയേൽ സ്വതന്ത്രമാകുമ്പോൾ 20,770 കിലോമീറ്റർ ഇസ്രയേൽ, 6,750 കിലോമീറ്റർ ഗാസ, മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് പിന്നെ റമല്ല, അത് കഴിഞ്ഞ് വെസ്റ്റ് ബാങ്ക്, ഇതെല്ലാം ഫലസ്തീൻ. 671 കിലോമീറ്ററായി ജെറുസലേം. അതിൽ 35 ഏക്കറിലാണ് ഈ പള്ളി നിൽക്കുന്നത്, ഇന്നത്തെ ഇസ്രയേലിൻ്റെ തകർന്ന പള്ളിയും ബാക്കിയല്ല. ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെതിരെ പലസ്തീൻ എഴുന്നേറ്റ് വരും. ഒരു സ്ഥലത്ത് ഇസ്രയേൽ ആരടിക്കും? സിറിയയെ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ആക്രമണമാണ് ഇസ്രയേൽ പലസ്തീൻ സംഘട്ടനം. ഇത് അന്തിമമായി അറബ് രാഷ്ട്രങ്ങൾ ജെറുസലേമിന്റെ മണ്ണിൽ കൊണ്ടുവരുമോ? അതിലേക്കായിരിക്കും അടുത്ത 25 മിനിറ്റ്. വായിക്കാം ഇസ്രയേൽ പലസ്തീൻ സംഘട്ടനം. ആമോസിന്റെ പ്രവചനം. ഈ കുഞ്ഞു വായിക്കുന്ന എല്ലാം നോട്ട് ചെയ്യണം, ബൈബിൾ ഉള്ളവർ എടുത്തോണം. ഇന്നിപ്പോൾ ഇടുക്കിക്കാരി സൗമ്യ മരിച്ച എല്ലാം പറഞ്ഞു തരാം. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കാം മോനെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഗസയുടെ 3-4 അതിക്രമം നിമിത്തം. ഗസ, അതിന്റെ പേരാ ഗാസ. ഇന്നത്തെ പലസ്തീന്റെ പട്ടണമാ ഗാസ. ശിംശോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചതാ ഗാസ. ഫിലിപ്പോസിനോട് സ്വർഗം പറഞ്ഞു ഗാസയിലേക്ക് പോകാം. എല്ലാവർക്കും അറിയാമുണ്ടോ? ഇതെല്ലാം ആ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ. ഗാസ ഇന്നത്തെ പലസ്തീനോട് ചേർന്ന് പിന്നെ ഇസ്രയേലിന്റെ അതിർത്തി അഷ്കലോനും അഷ്തോദും ചേർന്ന് കിടക്കുന്ന പട്ടണമാ ഇന്നത്തെ ഗാസ സ്ട്രിപ്പ്. 4 അതിക്രമം. ശ്രദ്ധയോടെ ഇരിക്കണേ. ഇനി ഞാൻ പഠിപ്പിക്കുന്ന രീതിയിലേ പോകത്തുള്ളൂ, ഇല്ലേ നിങ്ങൾ മനസ്സിലാകത്തില്ല. 1-ാമത്തെ ഇസ്രയേൽ ഗാസ അതിക്രമം 2001. 2-ാമത്തെ ഇസ്രയേൽ പലസ്തീൻ സംഘടന 2007. 3-ാമത്തെ ഇസ്രയേൽ പലസ്തീൻ സംഘടന 2600 പേർ മരിച്ചു 2014. ഈ കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ടു അനേകം പേർ മരിച്ചപ്പോൾ 2021 കഴിഞ്ഞ വർഷം ഇസ്രയേലും പലസ്തീനും സംഘടനം ഇടുക്കിക്കാരി സൗമ്യയുടെ മണ്ടയ്ക്ക് മിസൈൽ വീണു, ഡെഡ് ബോഡി കൊണ്ടുവന്നു. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ഇപ്പൊ എത്ര ക്ലിയറായി ബൈബിൾ പ്രവചനം. ചില്ലറ കാര്യമൊന്നുമല്ല, യേശു വരുന്നല്ല. ഇസ്രയേൽ പലസ്തീൻ സംഘടനം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഗാസയുടെ 3-4 അതിക്രമം നിമിത്തം. വായിച്ചട്ടമോനെ. അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടത്. ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങൾ ആരൊക്കെ സൈഡ് വരും? പലസ്തീന് സൈഡ് വരും. അടുത്ത വാക്ക്. അടുത്തത് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുകയാൽ. ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുകയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. അടുത്ത വാക്ക്. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. ഗാസയുടെ മതിലിനകത്ത് ഇസ്രയേൽ അറ്റാക്ക് നടത്തുമെന്ന്. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അതാ പാസ്റ്റർമാരെ കോവിഡ് കാലത്ത് കണ്ടില്ലേ, 3 എയർപോർട്ടിൽ നിന്നാണ് ഇസ്രയേൽ അടിച്ചത്. ഇസ്രയേൽ ഒറ്റ എയർപോർട്ടേ ഉള്ളു പ്ലെയിൻ ഇറങ്ങുന്നത്. അതിന്റെ പേരാ ഡേവിഡ് ബെൻഗൂറിയോൻ ഇന്റർനാഷണൽ എയർപോർട്ട്. 2 ഇസ്രയേൽ ആർമിയുടെ എയർപോർട്ടിന്റെ പേരാ ദിമോണ എയർബേസ്. 3-ാമത്തെ ഇസ്രയേലിന്റെ ആർമിയുടെ എയർപോർട്ട് അൽ ഔദ ഇന്റർനാഷണൽ എയർബേസ്. സ്വോത്രം. ഇതൊക്കെ ബൈബിളും പ്രവചനമായിട്ട് വായിക്കണം. സ്വോത്രം. നിങ്ങളോട് ഞാൻ എന്നെ പുകഴ്ത്തുകയല്ല, എത്ര കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച ഈ പ്രവചനം ഞാൻ നോട്ടാക്കുന്നതെന്നറിയാമോ? സ്വോത്രം. പോസ്റ്റ് ഇടുന്നവർക്കൊന്നും ഈ ദുഃഖമില്ല മക്കളെ. ഈ നെഞ്ചും കീറി എത്ര ബുക്ക് എഴുതി വായിച്ചിട്ടായി സ്റ്റേജിൽ നിൽക്കുന്നത്. സ്വോത്രം. എന്തിനാണെന്നറിയാമോ? ഞാൻ 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലേ അവരെന്നോടൊന്നും പറയത്തില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം ഒരാൾ യേശുവിനെ കാണണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. എല്ലാ പ്രസംഗവും എനിക്കറിയാവുന്ന ആളാണ്. ഞാനിത് പ്രസംഗിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രസംഗിക്കട്ടെ. നിങ്ങൾക്ക് അറിയാമോ, ഇപ്പോഴത്തെ IPCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, വളരെ സ്നേഹം, എന്നോട് വളരെ ബഹുമാനമുള്ള KC തോമസ് സാർ, പേരൂർക്കട, അവരുടെ സെൻട്രൽ കൺവെൻഷൻ ഇപ്രാവശ്യം സാധാരണ
ജോസ് മാസ്റ്റർ ഇരിക്കുക, IPC അവരുടെ ആൾക്കാരെ കയറ്റിയിട്ടേ നമ്മളെ കയറ്റു. സന്തോഷമില്ലല്ലോ, ഉള്ളത് ഞാൻ തുറന്ന് പറയും. എല്ലാവരെയും ഞാൻ സ്നേഹിക്കുക. KC തോമസ് സാറ് പ്രായം തന്ന ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പേരാ എന്നെ വിളിക്കുന്നത്, സജു ഇതൊന്നും ആരും പറയുന്നില്ല, മക്കളെ നീ എങ്കിലും പറയണമെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അവരെ പോലുള്ള പിതാക്കന്മാരുടെ ഉപദേശം ഞങ്ങൾ സത്യവചനം പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എനിക്കൊന്നും ഇത്രയും പഠിപ്പില്ല മക്കളെ, നീ എങ്കിലും ഇത് പറയണം, ഞാൻ പ്രാർത്ഥിച്ചോളാന്ന്. സ്വോത്രം. IPCയുടെ ഇപ്പം സെൻട്രൽ കൺവെൻഷൻ ഇവർ കേൾക്കട്ടെ, വെള്ളക്കാർ കേൾക്കട്ടെ. അവസാന ഞാനാ പോയി പ്രസംഗിച്ച കർത്താവിൻ്റെ വരവ്. സ്വോത്രം. അതുകൊണ്ട് അവരെ പോലുള്ള പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർ പണ്ടുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ പ്രസംഗിക്കണം, ജനം ഒരുങ്ങണമെന്ന്. സ്വോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കെസയുടെ 3ഓ 4ഓ അതിക്രമ നിമിത്തം അതിനെ ശിക്ഷിക്കാതെ വിടുകയില്ല. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. അടുത്തതാണ്, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു. അതിന്റെ അരമനകളെ, ഗാസയുടെ അരമനകളെ ഇസ്രായേൽ തകർക്ക്. അതുകൊണ്ട് കഴിഞ്ഞ കോവിഡ് കാലത്ത് കണ്ട് അൽ ജസീറ ടെലിവിഷന്റെ ഓഫീസ് അവർ തകർത്തു. കരമുയരുന്നില്ലല്ലോ പാലസ്തീനകത്ത്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ നേഴ്സറി തകർത്തു. അതിന് കഴിഞ്ഞിട്ട് ഇസ്ലാമിന്റെ പള്ളി തകർത്തു. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം. സ്വോത്രം. ഇന്ന് ഗാസയ്ക്കകത്ത് ആരുണ്ടെന്നറിയാമോ? 1967 നിങ്ങൾ മനസ്സിലാക്കണം, അറബ് ഇസ്രായേൽ വാർ നടക്കുമ്പോൾ പലസ്തീനകത്ത് ഒരു ടീം വന്ന് PLO, പലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ, അതിന്റെ നേതാവായിരുന്നു യാസർ അറാഫത്ത്. കരമുയരുന്നില്ലല്ലോ, സമാധാന പ്രഭു. അദ്ദേഹത്തിന് അവാർഡും കിട്ടിയിട്ടുണ്ട്. അന്ന് ഇസ്ലാമിക് ബ്രദർഹുഡായിട്ട് ഒരുവർ ഇറങ്ങി, അതിന്റെ പേര് ഹമാസ്. സ്വോത്രം. ഈ ഹമാസ ഇന്ന് ഇസ്രായേലിനെതിരെ അടിക്കുന്നത്. ഹമാസിന് 2 വിങ് ഉണ്ട്. ഏഷ്യാനെറ്റിന് അറിയത്തില്ല, ഞങ്ങൾ പറഞ്ഞുതരാം. 1 അൽ-അക്സ ബ്രിഗേഡ്, 2 അൽ-ഖയ്യൂം ബ്രിഗേഡ്. ഇത് കർത്താവിന്റെ വരവ് വരെ ഈ അക്രമം നടന്നുകൊണ്ടിരിക്കും. സ്വോത്രം. അതാ 1ാമത്തെ പ്രവചനം ആമോസ്. 4 അതിക്രമം നിങ്ങൾ കാണും. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. ഈ അതിക്രമത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. ആരാ? നമ്മുടെ സൗമ്യ ഇടുക്കിക്കാരി. തീർന്നില്ല. ഗാസയുടെ അരമനകൾ, പലസ്തീൻ്റെ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് അഷ്കലോൻ, അഷ്തോദ് പുറകെ വായിച്ചു തരും. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഗാസയിൽ പത്ര ഓഫീസ് തകരും. ഈ ഭരണത്തിന്റെ ഓഫീസ് തകരും. അത് കഴിഞ്ഞിട്ട് ഹമാസിന്റെ കേന്ദ്ര ഓഫീസുകൾ വരെ ആര് തകർക്കും? ഇസ്രയേൽ തകർക്കും. 1. 2ാമത്തെ പ്രവചനം. 4 കാര്യം പറയുമ്പോൾ നിർത്താം, ബാക്കി നാളെ. സെഫന്യാവിന്റെ പ്രവചനം, ഇസ്രയേൽ ഗാസ സംഘടന. ഇത് ടെലിവിഷനകത്ത് കാണുമ്പോൾ ഓർക്കണം ബൈബിളോട്. സെഫന്യാവിന്റെ പ്രവചനം, ഇസ്രയേൽ പലസ്തീൻ സംഘടന. സെഫന്യാവിന്റെ പ്രവചനം 47-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ. 47, 5, 6, 7 വാക്യങ്ങൾ വായിക്കാം. അടുത്തത് സെഫന്യാവ്. അടുത്ത വായിച്ചാട്ടെ. ഗസ നിർജ്ജനമാകും. ഗാസ നിർജ്ജനമാകും. അസ്കലോൺ ശൂന്യമായി തീരും. മിസൈൽ വന്നാ പിന്നെ ഗാസ ആള് കാണുമോ പാസ്റ്ററെ? ഇതാ പ്രവചനം കണ്ടത്. ഗാസ നിർജ്ജനമാകും, എല്ലാത്തിനെയും ഒഴിപ്പിക്കുമെന്ന്. അഷ്കലോൻ. ലോക ചരിത്രത്തിൽ ആദ്യമായി, കൊല്ലങ്ങളായിട്ട് ഞാൻ ഇസ്രയേലിനെ പറ്റി പഠിക്കുന്ന ആളാണ്, നല്ല പ്രസംഗം പ്രസംഗിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യത്തെ കോവിഡിന്റെ അടി അഷ്കലോനിൽ നിന്ന് നേഴ്സുമാരെ വരെ ഒഴിച്ചു മാറ്റിയില്ലേ പാസ്റ്ററെ? അവന്മാരുടെ മിസൈൽ വരുന്നത് കണ്ട്. അഷ്കലോൻ. അത് കഴിഞ്ഞിട്ട് ഗാസയോട് ചേർന്ന് അഷ്തോദ്. വായിച്ചാട്ടെ അടുത്തത്. അഷ്തോദിനെ മധ്യാഹ്നത്തിൽ നീക്കിക്കളയും. ഉച്ചയ്ക്കും സൈറൻ കേൾക്കും ഇസ്രായേലിൽ, മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയും. കണ്ടോ? ചില്ലറ പുള്ളിയല്ല. ഇതെല്ലാം ചെയ്യുന്ന ആരാ? ഇറാൻ. ആരെ കൊടുക്കുക? അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്, ഇസ്രയേലി ബെഞ്ചമിനെ തന്നെ ആകും. നാളെ പേപ്പറിൽ കാണുക, അയാൾ അധികാരത്തിൽ വന്നാൽ ഇറാന്റെ മണ്ടക്കിട്ട് അടിക്കും. സ്വോത്രം. ലൈവ് വന്നാലും എനിക്കറിയാം. സ്വോത്രം. ഇത് ഗാസയെ കൊണ്ട് കടൽ വഴി ആരാ കൊടുക്കുന്നതെന്ന് അറിയാമോ? ഇറാൻ. നമ്മൾ കൊട്ടേഷൻ കൊടുക്കത്തില്ലോ. ഞാനന്ന് നീ മിണ്ടിയാക്കരുത്, കാശെല്ലാം വെച്ചോണം, ബൈക്കിൽ പോകുമ്പോൾ അവന് ശരിയാക്കി പോകണം. സന്തോഷമില്ല? സ്വോത്രം. ഇതേ പരിപാടിയാണ് ചെയ്യുന്നത്. ഇറാൻ ഡയറക്റ്റ് അടിച്ചാൽ പ്രശ്നമോ? അതുകൊണ്ട് മെഡിറ്ററേനിയൻ കടലിൽ കൂടെ കൊണ്ടുവന്ന് ഗാസയിലെ ഹമാസിന്റെ കൊടുക്കുന്ന ഈ മിസൈലാ ഇസ്രയേലിന്റെ മണ്ടയ്ക്ക് പിടിക്കുന്നത്. ഗാസ നിർജ്ജനമാകും. ഇസ്രയേലിന്റെ പട്ടണമായ അഷ്കലോനി മിസൈൽ വീണ്. അഷ്കലോനി മരിച്ചതാ ഇടുക്കിക്കാരി സൗമ്യ. അഷ്തോദിൽ നിന്ന് ജനം ബങ്കറിനകത്ത് ഓടിപ്പോകും, സൈറൻ കേൾക്കും. ക്ലിയർ അല്ലയോ ബൈബിൾ? ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടല്ലയോ? ഇതിനാ പത്രം വായിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഈ അന്ത്യകാലം കൂടെ വായിക്കണം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. അടുത്തത് വായിക്കാം. എക്രോന് നിർമൂലനാശം. ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ എക്രോൻ. അടുത്തത് ലോദ്. വൈര്. ഇതൊക്കെ ബൈബിളിലുണ്ട്. അടുത്ത വൈര്. സമുദ്രതീര നിവാസികളായ ക്രേത്യജാതിക്ക് അയ്യോ കഷ്ടം. സമുദ്രതീരവാസികളായ ഫെലിസ്ത്യ കൂട്ടമേ, നീ കരയുന്ന നാളുകൾ വരാറായി. അടുത്ത വാക്ക്. സ്വോത്രം. ഫെലിസ്ത്യ ദേശമായ കനാനേ, ഫെലിസ്ത്യ ദേശമായ കനാനേ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. കണ്ടോ? അതിനായിപ്പോ ഇസ്രായേലിൽ ഈ വർഷം 3ാമത്തെ തെരഞ്ഞെടുപ്പ്. ഒരുത്തം വന്നെങ്കിലേ ഫെലിസ്തീനെ അടിച്ചാൽ അറബ് ലീഗ് മുഴുവൻ എഴുന്നേറ്റ് വരും. ജാതികൾ
യെരൂശലേമിനെ ചവിട്ടുന്ന കാലത്തിലേക്ക് വരുന്നു. കരമുയരുന്നില്ലല്ലോ. ഇതെല്ലാം അന്ത്യദിന പ്രവചനങ്ങൾ. രണ്ടാമത്തെ അടി. അടുത്ത മൂന്നാമത്തെ അടി ബൈബിളിനകത്ത് പറഞ്ഞുതരാം. മൂന്നാമത്തെ അടി വായിക്കാൻ പോലെ അടുത്ത വാക്യം സെക്കറിയ പ്രവചനം 9:5-6 ഇസ്രായേൽ പലസ്തീൻ സംഘടന. ഇതൊക്കെ പ്രവചനം. അല്ലാതെ യേശു വരുന്നു യോഗത്തിന്റെ അവസാനം വെള്ളറുടെ ഒരു കലക്കും ബഹളവും വരുന്നു, പ്രിയം വരുന്നു ഏത് വഴി വരുന്നു എങ്ങനെ വരുന്നു ഒന്നും അറിയത്തില്ല. സ്വോത്രം. ഇതിനാ വചനം പഠിക്കണം. സെക്കറിയ പ്രവചനം 9:5-6 വായിക്കാൻ പോലെ അടുത്തടി. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. അഷ്കലോൻ ഇസ്രായേലിന്റെ ചരിത്രത്തെ ഇതുവരെ ഭയപ്പെട്ട ഒരു ദിവസമില്ല. ഈ കോവിഡ് കാലത്ത് ടെല്ലവീവിലും ജെറുസലേമിൽ വരെ ആരെ മിസൈൽ വന്നെന്നറിയാമോ? യവന്റെ റോക്കറ്റ് വന്ന് പലസ്തീന്റെ ഹമാസിന്റെ റോക്കറ്റ്. സ്വോത്രം. അടുത്ത വാക്ക് ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. ഈ രണ്ട് പട്ടണങ്ങൾ വിറയ്ക്കുന്ന ദിവസമായിരുന്നു. ഒന്ന് എക്രോൻ, രണ്ട് ഗാസ. ടെലിവിഷൻ വാസ വരത്തില്ല. ഗാസ മുനമ്പിൽ വെടിവെപ്പ്. കേട്ടൊരു വല്ല ഉണ്ടോ അമ്മാമ്മ? അല്ല, കർത്തമത്തും ചന്ദനമഴയല്ല. സ്വോത്രം. ഇതൊക്കെ ഒന്ന് കേൾക്കണം. ഗാസയിൽ വെടിവെപ്പ്. ഇസ്രായേൽ പലസ്തീൻ സംഘടന രൂക്ഷമാകുന്നു. കരം ഉയരുന്നില്ലല്ലോ. പാസ്റ്റർമാരെങ്കിലും കേട്ടവരെന്ന് കരം ഉയർത്തി. ഇതാ ബൈബിൾ പ്രവചനം. ഇത് നാളെ കാണാൻ നിങ്ങൾക്ക് നോയിക്കോണം. ഇതുകൊണ്ടാണ് ഞാൻ ഈ അന്ത്യകാലം പ്രസംഗിക്കുന്നത്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമ്പോ അടി വരാൻ പോകും. അടുത്തത് ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. ഗാസയിൽ നിന്ന് ഹമാസിന്റെ ലീഡർമാരെ ഇസ്രായേൽ കൊല്ലും. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അതിന്റെ ഗസയുടെ നിർമ്മാർജ്ജനം. സ്വോത്രം. ഇന്നേ ഗാസയ്ക്കകത്ത ഹമാസിന്റെ ഓഫീസ്. ഗാസയില് 2 നേതാക്കളുണ്ടായിരുന്നു. അതാ ഒരുത്തന്റെ പേരാ മുഹമ്മദ് ഖനിയ, അടുത്തവന്റെ പേര് ഖാലിദ് മിഷേൽ. അവർ രണ്ടുപേരും എവിടെ ഇരിപ്പുണ്ടെന്നറിയാവോ? ഇന്ന് അവർ രണ്ടുപേരും ഖത്തറിൽ ഇരിപ്പുണ്ട്. നാട്ടുകാർ കേട്ടാലും കുഴപ്പമില്ല. ഖത്തറിൽ ഹമാസിന്റെ ഓഫീസ് തുറന്ന് പണ്ട് പിരിവ് തുടങ്ങിയപ്പോഴാ ഖത്തറിന് നേരെ ഗൾഫ് രാജ്യങ്ങൾ ഉപരോധം. കരമുയരുന്നില്ലല്ലോ. അങ്ങനെ പത്രവാർത്ത വായിച്ച വല്ലവരും ഉണ്ടായിരുന്നു? ഖത്തറിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ഉപരോധം. സൗദിയും അതുപോലെ UAE. കാര്യം എന്താ? ഹമാസിന്റെ ഓഫീസ് തുറന്ന്. ഞാൻ ഒരു പടി കൂടെ, ഞാൻ എല്ലാ കാര്യമില്ല ഡോക്ടർ പറയുന്നതിൽ ഇച്ചിരി കേറി പറയുന്നത്, ഈ യഹൂദനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവസാന കൈക്ക് ഖത്തറിന്റെ മണ്ട ഹമാസിന്റെ ഓഫീസിൽ കയറി അടിക്കും ജസ്റ്റിൻ കുമാർ. ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. കണ്ടില്ലേ? പണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ബിൽ ക്ലിന്റൺ. ഞാൻ ചിരിച്ച സംഭവമുണ്ട്. പലസ്തീൻ ഇസ്രായേൽ സംഘടന ബായി രണ്ടുപേരും ചായ കൂടി. എല്ലായിടത്തും വാർത്ത, ഞങ്ങൾ വെടി നിർത്തി പലസ്തീൻ ഇസ്രായേൽ സംഘടന. 2 നേതാക്കന്മാർ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പലസ്തീന്റെ മണ്ടയ്ക്ക് ഇസ്രായേലിന്റെ റോക്കറ്റ്. കുടിച്ച വെള്ളത്തിൽ ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. അതാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ ഞാൻ പേടിയോടുകൂടി ഖത്തറിലെന്റെ പ്രസംഗം കേൾക്കുന്നവരുണ്ട്. അവരോട് പറയുക, ഒരു പക്ഷേ ഇനി പലസ്തീൻ ഇസ്രായേലിനെ അടിച്ചാൽ ഇത് മോണിറ്റർ ചെയ്യുന്ന ഖത്തർ ലാബിന്റെ കേന്ദ്ര ഓഫീസ്. അവിടെ ഈ ഹമാസിന്റെ 2 നേതാക്കളുണ്ട്. അവരുടെ പേരാ ഖാലിദ് മിഷേൽ, മുഹമ്മദ് ഖനിയ. എവരെവിടെ ഇരിക്കുന്നതെല്ലാം ആർക്കറിയാന്നറിയാമോ? ഇസ്രായേലിനറിയാം. ആരാ ഇസ്രായേൽ? അമേരിക്ക ചക്ക കുഴഞ്ഞ് ബില്ലാടനെ അടിക്കായി. അവസാനം ഇസ്രായേലാ പറഞ്ഞു കൊടുത്ത പാകിസ്ഥാൻ ഇരിപ്പുണ്ട് മണ്ട കിട്ടോളാം. സന്തോഷം ഇല്ലല്ലോ. സ്വോത്രം. അമേരിക്ക നാളില്ല ഡ്രോൺ വന്ന ബില്ലാടന്റെ മണ്ടക്കിട്ട് അടി കൊടുത്തത്. സ്വോത്രം. ആ റൂട്ട് കൊടുത്തത്. അടുത്തതൂടെ നിങ്ങളോട് പറയാം. സദാം ഹുസൈനെ പിടിക്കാനായിട്ട് എന്തെല്ലാം പരിപാടി ചെയ്തെന്നറിയാമോ അമേരിക്ക? അവസാനം ആകെ പ്രശ്നമായപ്പോൾ അന്നത്തെ സംഭവം BBC റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ പട്ടാളക്കാരെ അമേരിക്ക വേഷം മാറ്റി ഇറക്കി. ഇസ്രായേൽ ഇറാഖിൽ ഇറങ്ങിയ പ്രശ്നമാണ്. ജസ്റ്റിൻ കുമാർ പാഷ ഇതെല്ലാം ലോക ചരിത്രം കേൾക്കണം. അന്ന് അമേരിക്കക്കാര് ഇസ്രായേലിലെ പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? നമ്മുടെ റോഡയിൽ വെള്ളത്തിന്റെ പൈപ്പ് ഉണ്ടല്ലോ, 2 മിനിറ്റ് കേട്ടാൽ. താണ്ട് റോഡ് കുഴിക്കുമ്പോൾ ചിലരിങ്ങനെ വെള്ളത്തിന്റെ പൈപ്പ് അങ്ങനെ ഒരു സാധനം ഉരുട്ടിക്കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ. മണ്ണിന്റെ കീഴ് പൈപ്പുണ്ട്. അതുപോലെ യഹൂദന്റെ ബുദ്ധിയായിരുന്നു. സദാം ഹുസൈൻ എവിടെ ഇരിക്കുന്നെന്ന് അമേരിക്കയ്ക്ക് ചോർത്തി കൊടുത്തത് യഹൂദനാണ്. സ്വോത്രം. എനിക്ക് പരസ്യമായിട്ട് പറയാം. സ്വോത്രം. സദാം ഹുസൈനെ പിടിക്കാൻ അവർ കച്ച കെട്ടിയിട്ട് നടന്നില്ല. അതുപോലെ ഇന്നും എനിക്ക് ഭയമുണ്ട്. ഇപ്പം അറബ് ലീഗ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ അവൻ്റെ ലീഡർഷിപ്പിനെ അടിക്കും. ഇന്ന് ആരാ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നറിയാമോ? ഹമാസിന്റെ നേതാവ് മുഹമ്മദ് ഇസഡ് 56 പ്രാവശ്യം ഇസ്രായേൽ പുള്ളിയെ കൊല്ലാൻ പദ്ധതി വെച്ച് പറ്റിയില്ല. ഇപ്പോഴും നോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരുടെ ഗാസയിലെ ലീഡർഷിപ്പ്, അവരുടെ കഷണ്ടി അഥവാ തല, ഇതിന്റെ ബ്രെയിൻ സിസ്റ്റം മുഴുവൻ തകരും. അടുത്ത വാക്ക് വായിച്ചാട്ടെ മക്കളെ. അടുത്ത വാക്ക്. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. കിടക്കുന്ന ഗാസയിലെ പലസ്തീന്റെ ലീഡർഷിപ്പിനെ മുഴുവൻ അവൻ തകർക്കും. ഇത് സംഭവം ചില്ലറയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഫൈനൽ അടി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇത് എവിടെ തുടങ്ങിയതാ? അബ്രാച്ചാന്റെ വീട്ടിൽ തുടങ്ങിയത്. ഇസ്മായേലും അത് കഴിഞ്ഞിട്ട് ഇസഹാക്ക്, 2ാമത്തെ അടി ഏശാവ് യാക്കോബ്, 3 ദാവീദും ഗോലിയാത്തും. അതിന്റെ ഫൈനൽ അടി ഇപ്പൊ ഈ കോവിഡിന്റെ മറവിൽ നടക്കും. തീർന്നില്ല. അടുത്ത വാക്ക്. ഗസയിൽ നിന്ന് രാജാവ് നീങ്ങിപ്പോകും. അടുത്ത വാക്ക്. നിവാസികൾ ഇല്ലാതെയാകും. അഷ്കലോൻ. ഇസ്രായേലിന്റെ അതിർത്തി അഷ്കലോൻ.
അവിടെ വീട് വെപ്പ് നിർത്തി. നിങ്ങൾ ഇസ്രായേലുള്ളവർ ചോദിക്കണം, ഇന്ന് ഇസ്രായേലിന്റെ ഫലം ഗാസയുടെ ബോർഡറിൽ കിടക്കുന്ന സ്ഥലമാണ്. വെള്ളറടിയോട് ചേർന്ന് തമിഴ്നാട് കന്നുമാമോട് കിടക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞ് ഇനി ഇവിടെ വീടൊന്നും വെക്കണ്ട, ചിലപ്പോൾ അടി ഇവിടെ വരും. അതുകൊണ്ട് അഷ്കലോൻ അവർ വിട്ടുകൊടുക്കത്തില്ല, പക്ഷെ അവിടെ ശൂന്യമാക്കിയിട്ടേക്ക്. ഇതെല്ലാമാണ് അന്ത്യദിനങ്ങൾ. അതുകൊണ്ട് ഏഷ്യാനെറ്റിലും മനോരമയിലും ഇസ്രായേൽ പലസ്തീൻ സംഘടന അഷ്കലോനിലേക്ക് റോക്കറ്റ് വരുന്നു, അഷ്തോദിലേക്ക് റോക്കറ്റ് വരുന്നു, ലോദിലേക്ക് റോക്കറ്റ് വരുന്നു, ഇടുക്കിക്കാരി സൗമ്യ കൊല്ലപ്പെടുന്നു. ഇതെല്ലാം കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ എന്ന് പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ബൈബിളിനകത്ത് എഴുതിയ പ്രവചനങ്ങളുടെ നിവർത്തി കണ്ണുകൊണ്ട് കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ മുട്ടച്ചലിൽ പറയുന്നു, വരുവാനുള്ളവൻ വരും, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പ്രവചനത്തിന്റെ നിവർത്തി. അടുത്ത അടി, ഇതെല്ലാം പറഞ്ഞുതരാം, 2 വാക്കൂടെ കഴിയുമ്പോൾ നിർത്താം. അടുത്ത അടി സക്കറിയ പ്രവചനം 9:5-6. അടുത്ത 4-ാമത്തെ അടി വായിക്കാൻ പോലെ സക്കറിയ പ്രവചനം 21:9-5-6 വായിക്കാം. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. അഷ്കലോൻ ഇപ്പൊ ഭയപ്പെട്ട്, ഇസ്രായേലിനും പേടിയ. ഇറാന്റെ ആളില്ലാത്ത ഡ്രോണായി ഈ പലസ്തീനിലെ ഹമാസ് എടുത്തു കൊടുക്കുന്നത്, അവർക്ക് പേടി. അടുത്തത് ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. ഗാസ എക്രോൻ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത അടിയ ഇനി വരാൻ പോകുന്നത്, വിറയ്ക്കും. അടുത്ത വാക്ക് അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. സക്കറിയ പ്രവചനം. അടുത്തത് ഗസയ്ക്ക് രാജാവ് നശിച്ചു പോകും. ഗസയ്ക്ക് രാജാവ് നശിച്ചു പോകും. അസ്കലോന് നിവാസികൾ ഇല്ലാതെയാകും. അഷ്കലോന് നിവാസികളല്ലാതെ. ഇതെല്ലാം അന്ത്യകാലത്ത് സംഭവിക്കാൻ പോവാ. അപ്പം സക്കറിയാവ് പറഞ്ഞ പ്രവചനം നിവർത്തിയായില്ലേ? ഇസ്രായേൽ പലസ്തീൻ സംഘട്ടം. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാനൊരു പരിഭ്രമ പാത്രമാക്ക്, അതൊരു ഭാരമുള്ള കല്ലായി വരും. ട്രംപിന്റെ മകളും അത് ചെയ്യും. അതിനെതിരെ ജാതികൾ വിരോധമായി കൂടി വരും. സ്വത്രം അറബ് ലീഗിനെ തൊട്ടാ വിവരം അറിയും. താണ്ട് ഇന്നാളെ വെള്ളറടക്കാർ കേക്കട്ട്, ഒരു BJPയുടെ നേതാവ് ഇസ്ലാമിന്റെ മതഗ്രന്ഥത്തെ കുറ്റം പറഞ്ഞു. വല്ലവർക്കും അറിയാമോ? ചാനലിൽ ഇരുന്ന്. അപ്പൊ അറബ് നേതാക്കൾ മൊത്തം കൂടെ ഇളകിയില്ലയോ? കുവൈറ്റിലെ ഷേഖ് പറഞ്ഞ് കൗണ്ടറിൽ നിന്ന് ഇന്ത്യക്കാരുടെ സാധനം അങ്ങ് മാറ്റിയേക്കാൻ. സന്തോഷമില്ലല്ലോ? സ്വത്രം. എല്ലാ രാജ്യങ്ങളും വിസ നിശ്ചയിച്ചു. അപ്പൊ മോഡി സാർ ഇച്ചിരി മര്യാദയുള്ളവരായിരുന്നു. മോഡി സാർ നമ്മുടെ അംബാസിഡർമാരുടെ അടുത്ത് പറഞ്ഞു, അവിടെ പോയി ഷേഖിന് ലെക്സും റെക്സോണൊക്കെ ഇട്ടൊന്ന് തടവിയേക്കാം. സ്വത്രം. അതുകൊണ്ടാണ് ഇന്ത്യ പിടിച്ചിരിക്കുന്നത്. ഇസ്ലാമിന്റെ മതഗ്രന്ഥത്തെ ഒരു ചാനലിൽ കുറ്റം പറഞ്ഞത് 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അന്നേരം പറഞ്ഞ ഇന്ത്യ മിണ്ടാതിരിക്കണം. സ്വത്രം. അപ്പൊ പലസ്തീനെ ഒന്ന് തൊട്ടാല് ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. സന്തോഷമില്ലല്ലോ? സ്വത്രം. അതാ അന്തിമ അടി വരാൻ പോകുന്നത്. ഒരു അന്തിമ യുദ്ധത്തിലേക്ക് വരാൻ പോകുന്നത്. ഇന്ന് ഇസ്രയേലിനെ നിർത്തുന്നത് ആരാ? അതിന്റെ പേര് അയൺഡോം. കേട്ട വല്ലവരും ഉണ്ടോ? ഇസ്രയേലിന് അയൺഡോം. കരം ഉയർത്തിയായിട്ട് അങ്ങനെ കേട്ടവർ അയൺഡോം. ബൈബിളിനകത്തുണ്ടോ അയൺഡോം? എന്താ പുറകെ ഞാൻ പറഞ്ഞു തരാം. ബൈബിൾ വാക്യം എടുത്തു തരാം. അയൺഡോം ഇതിന്റെ സയൻസ് ചെറുപ്പക്കാർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. അയൺഡോം അമേരിക്ക ഇസ്രായേലും ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതിന്റെ വില എത്രയെന്നറിയാമോ? ഏകദേശം $50 ലക്ഷം അതിന്റെ വില. ഏകദേശം ഒരു അയൺഡോം ഇന്ത്യയുടെ 35,000 കോടിക്കകത്ത് എത്തുമെന്നാണ് ലോകം പറയുന്നത്. അത്രയും വിലയുള്ള സാധനം അയൺഡോം. അയൺഡോമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കൗരവരും പാണ്ഡവരും തമ്മിൽ പണ്ടൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. കേട്ട വല്ലവരും ഉണ്ടോ? അതൊന്നും ഇന്നത്തെ പിള്ളേർക്ക് പോലും അറിയത്തില്ല. സ്വത്രം. പാണ്ഡവരും കൗരവരും. സ്വത്രം. അങ്ങനെ വല്ലതും കേട്ട മോളെ പഠിച്ച വല്ലതും ഉണ്ടായിരുന്നു? സ്വത്രം. കുരുക്ഷേത്ര യുദ്ധം. പാണ്ഡവർ കൗരവർ. അന്ന് എന്തോയോ? ഒരു കൂട്ടം ആഗ്നേയാസ്ത്രം വഹിക്കും, മറ്റവൻ ബ്രഹ്മാസ്ത്രം വഹിക്കും. സന്തോഷമില്ലല്ലോ? ആകാശത്തിന്റെ മണ്ഡലത്തിൽ വെച്ച് തകരും. എന്താണെന്നറിയാമെന്ന് ഇസ്രായേലിനെ കാക്കുന്നത് ജോയിന്റ് വെഞ്ചർ. അതിന്റെ പേരാണ് അയൺഡോം. ഇതിന്റെ പ്രത്യേകത 5 ഭാഗങ്ങൾ അയൺഡോം. 1 ഇലക്ട്രാ റഡാർ, 2 ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം BMC, അതിനുശേഷം 3ാമത്തെ വെപ്പൺ യൂണിറ്റ്, 4 സ്ക്രീൻഡ് സ്വിച്ച്, 5ാമത്തെ സംഭവം ഇലക്ട്രാ റഡാറിലേക്ക് പുറപ്പെടുവാൻ ഒരു ബാറ്ററി. ഇത്ര സാധനങ്ങളാ അയൺഡോം. സംഭവം ഇന്ന് പറയാം. എന്താണെന്നറിയാമോ? ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പലസ്തീനിൽ നിന്ന് ഒരു മിസൈൽ ഇസ്രയേലിലേക്ക് വരുമ്പോൾ ഈ പോലീസിന്റെ ക്യാമറ പോലെ ആദ്യത്തെ റഡാറുണ്ട്, ഇലക്ട്രാ റഡാർ. അത് ഈ BMC ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനോട് പറയും, ദാവ അവിടുന്ന് കയറിയേക്കുന്നെന്ന് പറയും. ഉടനെ ഈ ബാറ്ററി ചാർജ് ആവും. ഉടനെ വെപ്പൺ വെച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് അതിനെ തകർക്കുവാൻ, മിസൈലിനെ തകർക്കുവാൻ അതേ നിലയിൽ മേളിലോട്ട്. ഇത് രണ്ടൂടെ ആകാശത്ത് വെച്ച് കൂട്ടിയടിക്കുമ്പോൾ പലസ്തീൻ വിടുന്ന ഒരു മിസൈലും എവിടെ ഇസ്രയേലിനകത്ത് വീഴത്തില്ല. ഈ സിസ്റ്റത്തിന്റെ പേര് അയൺഡോം. സ്വത്രം. ഇന്ന് അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനോട് പറഞ്ഞേക്കോ തരാൻ
നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറഞ്ഞ പറ്റുമെങ്കിൽ 2 ഞങ്ങൾക്ക് കൂടെ തന്നാ കൊള്ളാമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അത് മിക്കവാറും ഇന്ത്യ കൊണ്ടുവരും. സ്വോത്രം. അതിന്റെ അർത്ഥം ഒരു ദേശത്തെന്നത് വരുന്ന മിസൈൽ ആകാശത്തിനകത്ത് വെച്ച് തകർക്കുവാൻ ഇന്നത്തെ ബൈബിളിനകത്തുണ്ട് അയണ്ടോ. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് കണ്ടിട്ടുണ്ടോ? കരമൊന്ന് ഉയർത്തിയാട്ടെ. സ്വോത്രം. അപ്പൊ ശംഖുമുഖത്ത് ഒരു റഡാറുണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വല്ലവരും കണ്ടിട്ടുണ്ടോ? പ്ലെയിൻ ഇറങ്ങുന്നതിന് മുമ്പ് പഴയ ശംഖുമുഖത്ത് ദാണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റഡാർ. തിരുവനന്തപുരം എയർപോർട്ടിന്റെ ചുറ്റളവിൽ ഒരു പട്ടം പറന്നാൽ പോലും ജോസ് പാസ്റ്ററെ അവൻ പിടിച്ചെടുക്കും. സ്വോത്രം. അതാ എയർപോർട്ടൊന്നും കണ്ടിട്ടില്ല. നമ്മളവിടെ ചെന്ന് അനന്തപുരിയുടെ മേളിൽ ചെന്ന് പെൺപിള്ളേരെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അത് നോക്കാതെ നേരെ അങ്ങോട്ട് നോക്കണം. സ്വോത്രം. പഴയ എയർപോർട്ടിൻ്റെ അവിടെ ഇങ്ങനെ ഒരുത്തൻ കറങ്ങുന്ന പരുന്ത് പോലെ. അവൻ്റെ പരിപാടി ശംഖുമുഖം ചാക്ക. അത് കഴിഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു ആകാശത്തെ ഒരു പട്ടം പറന്നാൽ അവൻ 32 എഞ്ചിനീയർമാർ അതിനകത്ത് ഇരിക്കുന്നത്. ഇതൊക്കെ പഠിക്കണം. ഞാൻ പഠിപ്പിച്ചവൻ റൺവേയുടെ കൺട്രോളർ. എനിക്ക് സന്തോഷമുണ്ട്. ചെന്ന് ചോദിക്കണം, മോനെ ആരാ പഠിപ്പിച്ച? ഉടനെ പറയും പാസ്റ്റർ സജു ചാത്തന്നൂർ. സ്വോത്രം. ഞാൻ പഠിപ്പിച്ചവൻ. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പഠിപ്പിച്ച തിരുവനന്തപുരം എയർപോർട്ടിന്റെ റൺവേ കൺട്രോൾ എന്ന് പറയുന്ന ചെറിയ കാര്യമാണ് പാസ്റ്റർ. സ്വോത്രം. സന്തോഷമില്ലയോ? അയ്യോ, പ്രാർത്ഥിച്ചവൻ ചായ മേടിച്ച് തരികയില്ല. കണ്ടാലും അറിയത്തില്ല. പോസ്റ്റ് ഇടും. പഠിപ്പിച്ചവൻ എവിടെ ചെന്നാലും പറയും സ്വോത്രം. അയ്യോ പാസ്റ്ററാണ് എന്നെ ക്ലാസ് എടുത്തത്. എന്തൊരു സന്തോഷമുണ്ട്. സ്വോത്രം. അപ്പം പറയാ 32 പേരാ ഈ ചുറ്റും ഇരിക്കുന്നത്. അപ്പൊ അവരാണ് സിഗ്നൽ കൊടുക്കുന്ന പ്ലെയിൻ ഇറങ്ങണം, റൺവേ ക്ലിയർ. അങ്ങനെയെങ്കിൽ ഇതുപോലൊരു സാധനമാ ഏതിനകത്തിരിക്കുന്നതെന്നറിയാമോ? ഇസ്രയേലിന്റെ അയൺ ഡോമിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പലസ്തീന്റെ ബോർഡർ അപ്പുറത്ത് ഒരെണ്ണം വരുമ്പോ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരുടെ ആയുധത്തെ പാണ്ഡവർ അന്തരീക്ഷത്തെ ബ്രഹ്മാ തകർത്തോല് തകർക്കുന്ന സാധനമാ അയണ്ടോ. ഇന്നേക്ക് ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇസ്രയേലിനെ ഞാൻ എങ്ങനെ കാത്തു പരിപാലിക്കും. ബൈബിളിനകത്തുണ്ടോ ഇസ്രയേൽ അയൺഡ്രോം കിട്ടും, ഞാൻ അവരെ കാത്തു പരിപാലിക്കും. വായിക്കാൻ മോനെ. ഇതെങ്കിലും വായിച്ചിട്ട് മാനസാന്തരപ്പെട്ടോണോ? ഇതെല്ലാം പ്രവചനം. യെശയ്യാ പ്രവചനം 31-ാം അധ്യായം 5-ാമത്തെ വാക്യം അയണ്ടോ. വായിക്കാം. യെശയ്യാ പ്രവചനം 31-ാം അധ്യായം 5-ാമത്തെ വാക്യം അയണ്ടോ. വായിക്കാം. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ. ബൈബിൾ ഉള്ളവർ താണ്ടെ ശംഖുമുഖത്താർ റഡാർ ഇങ്ങനെ കറങ്ങുന്നത് പോലെ, പക്ഷി ചുറ്റി കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. കരമുയർത്തിയാട്ടെ. ഇന്നത്തെ അയൺ ഡോം വെച്ചിട്ട് സ്വർഗത്തിലെ ദൈവം യെരൂശലേമിനെ കാക്ക്. ഇന്ന് രാത്രി പ്രവചനങ്ങൾ നിവർത്തിയായി. ഇത് അന്തിമ ദിനങ്ങള്. അതുകൊണ്ട് എണ്ണമറ്റ പ്രവചനമായി ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. പക്ഷി ചുറ്റി കാക്കുന്നത് പോലെ ഇന്ന് ആര് കാക്ക്? സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാക്ക്. ആ ടെക്നോളജിയുടെ പേരാ പലസ്തീൻ മുഴുവൻ ഇളകിയാലും ഇസ്രയേലിനൊന്നും സംഭവിക്കത്തില്ല. ആകാശത്തിൽ വെച്ച് അതിനെ തകർക്കുവാൻ ഇന്ന് രാത്രി ഇസ്രയേലിൽ അയൺ ഡോം ഉണ്ട്. അതിന്റെ പേരാ BMC, അതിന്റെ പേരാ ഇലക്ട്രാ റഡാർ, അതിന്റെ പേരാ ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം, അതിന്റെ പേരാ വെപ്പൺ യൂണിറ്റ്. 5-ാമത്തെ ചാർജിംഗ് സ്റ്റേഷനിൽ ഒരു മിസൈൽ അടിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ വെച്ച് ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ വരുന്ന സകല ആയുധങ്ങളെ തകർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്നവനെ കാക്കും. പക്ഷി ചുറ്റി കാക്കുന്നത് പോലെ എന്റെ ജനമായ യെരൂശലേമിനെ ഞാൻ കാക്കും. സ്വോത്രം. തീർന്നില്ല. ഇപ്പൊ കാക്കും. പക്ഷെ ഇനി എന്താ സംഭവിക്കുന്നത്? രാത്രി അവസാനിപ്പിക്കാൻ പോവാ. ഈ റഷ്യയുടെ നേതൃത്വത്തിൽ 21 അറബ് രാഷ്ട്രങ്ങൾ. അപ്പൊ ഇവരുടെ കുറച്ച് ഇലക്ട്രാ റഡാറേ ഉള്ളു. ഇപ്പൊ പലസ്തീനിൽ നിന്ന് കയറുന്നതിനെ അടിക്കാൻ പറ്റൂ. സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുവഴി ഒരിടത്തുനിന്ന് പലസ്തീൻ അടിക്കുമ്പോൾ പക്ഷേ ഈജിപ്തിൽ നിന്ന് അറബ് ലീഗ് എഴുന്നേക്കും, സിറിയയിൽ നിന്ന് അവന്മാർ എഴുന്നേക്കും, ലെബനോനിൽ നിന്ന് അവന്മാർ എഴുന്നേക്കും. ഈ 4 വശത്ത് നിന്നും വെള്ളറടയിൽ ഒരു പോക്കറ്റടിക്കാരനെ പോലെ അടിക്കാൻ വരുമ്പോൾ ഇവന്റെ അയൺ ഡോമങ്ങും പൊങ്ങാതെ വരും. സ്വോത്രം. അപ്പോൾ എന്തോ ചെയ്യും? അവർ കുത്തിയ പങ്കലേക്ക് നോക്കും. കരമുയരുന്ന കൊലക്കളത്തിൽ യേശു പരമയാകുന്നതുമാകുന്നതിന് മുമ്പ് അവർ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ തലമുറ മേൽ വന്ന് ഭവിക്കട്ടെ. അങ്ങനെ അവർ ശാപം ഏറ്റുവാങ്ങിയെങ്കിൽ ആ യഹൂദൻ ആരുടെ മുഖത്തേക്ക് നോക്ക്? സ്വർഗമുഖത്തേക്ക് നോക്കും. പറയൂ, അറബ് ലീഗ് ഹല്ലേലൂയ, ഇസ്ലാമിക വോയിസ് മീറ്റ് ഞങ്ങളെ തകർക്കാൻ വരുന്നു. അപ്പോൾ ആര്? യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ കർത്താവ് യുദ്ധം ഏറ്റെടുക്കും. ഈ യുദ്ധത്തിന്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. എന്നാൽ അതാരംഭിക്കുന്നതിന് മുമ്പ്, അതിന്റെ വെടിയൊച്ചകൾ ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മുട്ടച്ചല ഈ തലമുറയിൽ മധ്യാകാശത്തിൽ കേൾക്ക്. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. തീർന്നില്ല. ഈ തലമുറ കർത്താവ് വരുമോ? വരും. പൗലോസ് ലീഗ വായിക്കാം. റോമാലേഖനം
11-ാം അധ്യായം 15-ാമത്തെ വാക്യം. രണ്ട് കാര്യം പറഞ്ഞ് നിർത്താം, സമയമായി വരുന്നേ ഉള്ളൂ. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അവരുടെ ഭ്രംശം അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ, ഇസ്രായേലിന്റെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ, അവരുടെ അംഗീകരണം മരിച്ചവരുടെ, ഇന്ന് ഇസ്രായേലിനെ അറബ് രാജ്യങ്ങൾ വരെ അംഗീകരിച്ചെങ്കിൽ മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? മരിച്ചവർ ഉയർക്കാറായി. കരമുയരുന്നില്ലല്ലോ. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഈ തലമുറയിൽ മരിച്ചവർ ഉയർക്കാറായി. അവരുടെ ഭ്രംശം, ദ കാസ്റ്റിംഗ് ഓഫ് ഇസ്രായേൽ. അത് വലിയൊരു പ്രസംഗം. അതിന് വെള്ളടയാൻ വരുമ്പോൾ അത് പറഞ്ഞുതരാം. 2, ദ യാത്രൈസേഷൻ ഓഫ് ഇസ്രായേൽ, ലോകം അവൻ അംഗീകരിച്ച്. 3, ഇംഗ്ലീഷിൽ ദാറ്റ് മീൻസ് ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. കാസ്റ്റിംഗ് ഓഫ് ഇസ്രായേൽ, ആദറൈസേഷൻ ഓഫ് ഇസ്രായേൽ, ദാറ്റ് മീൻസ് റാപ്ചർ ഓഫ് ദ ചർച്ച്. കർത്താവ് വരാറായി. അങ്ങനെയെങ്കിൽ യെരുശലേമിന്റെ വിഷയത്തിൽ ഒരു അന്തിമയുദ്ധം നടക്കുമോ? സജു ചാത്തന്നൂരല്ല പറഞ്ഞത്. ഈ പട്ടണം നിലവിളിക്കും, ശൂന്യമായി തീരും. ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 23-ാം അധ്യായം 37 11-ാമത്തെ വാക്യം. ബാക്കി നാളെ. മത്തായി 21:37 വാക്യം. 21:37 വായിച്ചോട്ടെ. യെരൂശലേമേ, 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 യെരൂശലേമേ. അടുത്ത വാക്ക്. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, സത്യ ഉപദേശം പറയുന്നവരെ മുഴുവൻ കല്ലെറിഞ്ഞ യെരൂശലേമേ. അടുത്തത്. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. കരമുയരുന്നില്ലല്ലോ. എന്റെ മക്കളെ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. അടുത്തത്. നിനക്കോ, വായിച്ചാട്ട്. നിനക്കോ മനസ്സായില്ല. നിനക്കോ മനസ്സായില്ല. അടുത്ത വാക്ക് വായിച്ചാട്ടെ. യെരൂശലേം. വായിച്ച മോനെ നിർത്താം. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. മതി. കരമുയർത്തിയാട്ടെ. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് യഹൂദന്റെ നിലവിളി ഈ തലമുറയിൽ മുഴങ്ങാറായി. എന്നാൽ യഹൂദന്റെ നിലവിളി മുറങ്ങുന്നതിന് മുമ്പ് തന്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ കാലമായി. ഈ സത്യവചനം കേട്ടിട്ട് ആരാ? ശൗൽ നല്ലൊരു രാജാവായിരുന്നു, പോയല്ലോ. പക്ഷെ അവൻ്റെ മകൻ ഒരുത്തനുണ്ടായിരുന്നു, യോനാഥാൻ. ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഗിൽബോറ പർവ്വതനിരയിൽ വെച്ച് ശൗൽ എന്തോ ചെയ്തു? സ്വന്തം കുന്തം കൊണ്ട് അവൻ മരണപ്പെട്ടു. പക്ഷെ യോനാഥാൻ അപ്പനോട് ചേർന്ന് നിന്നതുകൊണ്ട് ആ കുഞ്ഞും നഷ്ടപ്പെട്ടു. പക്ഷേ കോരഹ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. എത്ര പേര് ബൈബിളിൽ അദ്ദേഹത്തെ പറയാം? കോരഹ്, അബീരാം. ഇവരാരെന്താ ചെയ്തെന്നറിയോ? ദൈവാലയത്തിന് പേര് പദ്ധതി ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം തകർത്ത് കളഞ്ഞു. കോരഹിന്റെ മക്കള് പറഞ്ഞില്ല, അപ്പനോട് കൂടെ ഞങ്ങൾ നിൽക്കത്തില്ല. അകത്ത് കയറിയില്ലെങ്കിലും ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിട്ട് എന്നെ നിർത്തിയാ മതി. ഇന്ന് രാത്രി എത്ര പേര് വചനം കേട്ടു? കുഞ്ഞെ, നിന്റെ പാരമ്പര്യത്തിനകത്ത് ഇന്ന് രാത്രി നീ കെട്ടിപ്പിടിച്ചാൽ, യോനാഥാൻ ഒരു കുറ്റവും ചെയ്തില്ല. അവൻ ഗിൽബോറ പർവ്വതനിരയിൽ തകർന്നു. പക്ഷേ പാരമ്പര്യത്തിന്റെ അമിക്കയറുകളെ അറത്തു മാറ്റിക്കൊണ്ട് കോരഹിന്റെ പുത്രന്മാർ ഒരു തീരുമാനമെടുത്തു. ചത്താലും ജീവിച്ചാലും ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്റെ ജനമേ, അവളുടെ ഓഹരികളിൽ നിങ്ങൾ പാനപാത്രത്തിൽ കൈവെക്കാതെ സത്യവചനം കേട്ട് മടങ്ങി വന്നാൽ, വലുതൊന്നും ചെയ്തില്ലെങ്കിലും ദാദാദിനെ അഭിരാമിനെയൊക്കെ മസ്കറ്റിനകത്ത് ഭൂമി ഇളകി വിഴുങ്ങിയതുപോലൊരു കാഴ്ച വരും. വചനം തെറ്റിച്ച ശൗൽ ഗിൽബോറ പർവ്വതത്തിനകത്ത് പാട്ടുപോയപ്പോൾ ഒന്നും അറിയാതെ ദൈവസന്നിധിയിൽ നിന്ന് കോരഹ് പുത്രന്മാരെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ, മൊട്ടച്ചൽ കൺവെൻഷനകത്ത് ഇന്ന് രാത്രി വിളിച്ചു പറ, പാരമ്പര്യമല്ല എനിക്ക് വേണ്ടത്, നിത്യതയിലെത്തിക്കുന്ന നാഥന്റെ വചനത്തിന്റെ കാവൽക്കാരനാകുവാൻ ഇന്ന് രാത്രി എന്നെ ഒന്ന് സമർപ്പിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഇന്ന് രാത്രി നീ ഞങ്ങൾക്ക് അധികാരം തന്നു. ഇന്ന് രാത്രി ആരും മടങ്ങി വരാൻ തയ്യാറുണ്ട്? മഹത്വവാനായ ദൈവം നിനക്ക് വേണ്ടി വഴികളെ ഒരുക്ക്. ഈ സത്യവചനം കേട്ടിട്ട് മകനെ മകളെ, ഒരു മനുഷ്യന്റെ ജീവിതം എത്ര? 70 വയസ്സ്. 70ന് 365 കൂട്ടിയാൽ 25,550 ദിവസം. 80ന് 365 കൂട്ടിയാൽ 29,550 ദിവസം. മക്കളെ, അഥവാ ഒരു 100 കിട്ടട്ടെ സഖാവ് VS-ന്റെ കണക്ക്, 36,500 ദിവസം പരദേശവാസത്തിനാണ് നമ്മളിവിടെ
വന്നത്. സ്വോത്രം. ഒരു വിദേശ രാജ്യത്ത് പോയാൽ വിസ തീരുമ്പോൾ മടങ്ങി വരുന്നത് പോലെ ഈ മണ്ണാകുന്ന മായയിൽ നിന്ന് നമുക്കൊരു ജീവിതമുണ്ട്. എവിടെ? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാളങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി കൊട്ടാരമായാലും വരണം, കോട്ടയ്ക്കകത്ത് മൃത്യു കടന്നു വരും. എന്നാൽ ഇന്ന് രാത്രി മരണം പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഇന്ന് ഈ തലമുറയിൽ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കുക. എന്താ ഒഴിച്ചുമാറ്റൽ? ഇവാക്വേഷൻ പറയാം. 4-5 ഒഴിച്ചുമാറ്റൽ. 1945 ഒരു ഒഴിച്ചുമാറ്റൽ നടന്നു. 2ാം ലോക മഹായുദ്ധം 5.5 കോടി പേരെ ഒഴിച്ചുമാറ്റി. ജർമ്മനിയുടെ ആക്രമണം വന്ന് ബ്രിട്ടൻ 1ാമത്തെ ഒഴിച്ചുമാറ്റൽ. അടുത്ത ഒഴിച്ചുമാറ്റം നടന്നു 1990 കുവൈറ്റ് ഇറാഖ് യുദ്ധം. ഇന്ത്യക്കാരെ മൊത്തം ഒഴിച്ചുകൊണ്ട് വന്നു. 2015 ശ്രീ ഉമ്മൻചാണ്ടി സാർ യമനിൽ നിന്ന് നേഴ്സുമാർ. 2016 സഖാവ് പിണറായി വിജയൻ സുഡാനിൽ നിന്ന് നേഴ്സുമാർ. 18 ഓക്കി ചുഴലിക്കാറ്റ്. എത്ര സ്ഥലത്ത് ഒഴിച്ചു മാറ്റി. 19 പ്രളയം, വെള്ളറട വരെ സ്കൂളിൽ കയറി. 20 വീണ്ടും അമേരിക്കയിൽ പഠിച്ചു. ഫ്ലോറൻസും ലോറൻസും ആയിരങ്ങളെ ഒഴിച്ചു മാറ്റി. പക്ഷേ കോവിഡ് കാലത്ത് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റം നടന്നു. പേര് വന്ദേ ഭാരത്. കേട്ട വല്ലവരും ഉണ്ടോ? ഇന്ത്യക്കാരായ വിദേശികളെ സ്വീകരിക്കുവാൻ ഇന്ത്യൻ വിമാനങ്ങൾ അമേരിക്കയിൽ പോയി, ഗൾഫിൽ പോയി നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പേരിട്ടത് എന്തുവാ? വന്ദേ ഭാരത്. കരമുയർത്തിയാട്ട സ്വോത്രം. അതിനുശേഷം ഇപ്പോൾ ഈ ഉക്രൈനാട്ട് അടി നടന്നപ്പോൾ ഇവിടെ ഒരു പേര് കിട്ടി. വെള്ളറടയിലെ പിള്ളേർ വരെ ഉക്രൈനിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അവരെ കൊണ്ടുവരുവാൻ ഒരു ഓപ്പറേഷൻ നടന്നു. അതിൻ്റെ പേരാ ഓപ്പറേഷൻ ഗംഗ. അങ്ങനെ കേട്ട വല്ലവരുണ്ടോ? ഓപ്പറേഷൻ ഗംഗ. ഈ കോവിഡ് കാലത്ത്, ഉക്രൈൻ കാലത്ത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, നല്ല വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് ജയശങ്കർ, ഇന്ത്യക്കാരോട് പറഞ്ഞ് വിഷമിക്കണ്ട, ഞാൻ എല്ലാവരും റെഡിയാക്കി തരാം, ഞാൻ വിമാനം വിട്ടുതരാം. സ്വന്തം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഉക്രൈനിൽ നിന്ന് കൊണ്ടുവന്നില്ലേ? എവിടുന്നൊക്കെ പോയി? ഇന്ത്യയുടെ എയർപോർട്ടിൽ നിന്ന് പോയി. എയർ ഇന്ത്യ, ന്യൂഡൽഹി, ഇൻഡിഗോ, ബോംബെ. അത് കഴിഞ്ഞ് ഗുജറാത്ത്, നമ്മുടെ ഉത്തർപ്രദേശിൽ ഒരു വിമാനത്താവളമുണ്ട്, ഹിൻഡൻ. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമസേനാ താവളം. PSC കോച്ചിങ്ങിനൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളൊന്നും എഴുതിയാലോ, ചായ എനിക്ക് മേടിച്ചു തരണം കേട്ടോ. സ്വോത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമകേന്ദ്രം തിരുവനന്തപുരം അല്ല, ഉത്തർപ്രദേശിലെ ഹിൻഡാൽ. അവിടെ ആ പ്ലെയിൻ എല്ലാം അടുക്കി ഇട്ടേക്കുന്ന തമ്പാനൂർ ഡിപ്പോയിലെ കണക്ക്. സ്വോത്രം. ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് വായിക്കണം. സ്വോത്രം. അവിടെ നിന്ന് ഗ്ലോബസ്റ്റർ 600 പേരെ കൊണ്ടുവരാനുള്ള വിമാനം ഇന്ത്യയിലുണ്ട്. അതെല്ലാം അവിടെ പോയി. ഉക്രൈനിലേക്ക് പോയി. എവിടെ ഇറങ്ങി? ബുഡാപെസ്റ്റ്, ഹംഗറി, ഹോളണ്ട്. അടുത്തത് റഷ്യയിൽ ഇറങ്ങി. ആരെ കൊണ്ടുവന്നു? ചൈനക്കാരനെ കയറ്റിയോ? മിണ്ടിയില്ല. അറബിയെ കയറ്റിയോ? ഇല്ല. ഇംഗ്ലീഷുകാരനെ കയറ്റിയോ? ഇല്ല. പ്ലെയിൻ അവിടെ ചെന്ന് പ്ലെയിനിലെ ജോലിക്കാർ പറഞ്ഞു, ഇന്ത്യ വാല ആദ്മി പാസ്പോർട്ട് കെ സാത്ത് ആവോ ബായി. സന്തോഷം ഇല്ലല്ലോ, ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ ഇങ്ങോട്ട് വരാം. സ്വോത്രം. അതുപോലെ ഇവിടെ നിന്നൊരു ഒഴിച്ചുമാറ്റൽ നടക്കും. ഇതൊരു നിഴലെങ്കിൽ ഇന്ത്യയുടെ വിമാനത്താവളങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പ്ലെയിനുകൾ, എയർ ഇന്ത്യയും അത് ഇൻഡിഗോയും, അത് കഴിഞ്ഞിട്ട് വ്യോമസേനയുടെ വിമാനത്താവളം, ഉക്രൈനിലെ നമ്മളെ പഠിക്കുന്ന MBBS 23,000 പിള്ളേരെ കൊണ്ടുവരുവാൻ പോയതുപോലെ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ആ ഒഴിച്ചുമാറ്റലിന്റെ പേര് ഓപ്പറേഷൻ ഗംഗയല്ല, ഓപ്പറേഷൻ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത് എന്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ നാഥൻ മടങ്ങി വരും. വെള്ളറടെ മുട്ടച്ചല് പാറയുടെ പിളർപ്പിലും കാടും തൂക്കിലും ഇരിക്കുന്ന പ്രാവി, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ നാഥൻ വരാറ്. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ തരുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഒട്ടച്ചലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുന്ന. ഇത്രയും സത്യവചനം കേട്ടിട്ട് ഈ മുട്ടച്ചല് വീട്ടിനകത്തോ റോഡിനകത്തിരിക്കുന്നു, ഗ്രൗണ്ടിനേക്കാൾ വരെ ആയിരങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. ഇനി ന്യായവിധി ദിവസത്തിൽ സ്വർഗത്തിന്റെ ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ പറയരുത് ഇത് കേട്ടില്ലെന്ന്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ശ്വാസം തീരുന്നത് വരെ ഞങ്ങൾ ഈ സത്യസുവിശേഷം പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി വചനം കേട്ട് മനസാന്തരപ്പെടുവാൻ അവസാന നിമിഷങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ യേശു വരാറായി. ഒരു നിഴൽ പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളൂടെ പാടും, അതിനുശേഷം അവസാനിപ്പിക്കും. കൃത്യസമയം അവസാനിപ്പിക്കാം. യോസഫേ ഉപപ്രധാനമന്ത്രി എവിടെ ഇരുന്നെന്നറിയാമോ? മിസ്രൈമിയായിരുന്നു. ചേട്ടന്മാരെല്ലാം എന്തോ ഇതെന്നറിയാമോ? അരിയും ചാക്കും മേടിക്കാൻ ചെന്ന്. സ്വോത്രം. അരിയും ചാക്കും മാത്രമാണോ കൊടുത്ത്? ചേട്ടന്മാരെ ഭാര്യമാർ 72 പേർക്ക് വിസ. ആരെ രഥം ഇറങ്ങി? മിസ്രൈമിന്റെ രഥം. കണ്ണു മങ്ങിയ യാക്കോബിനെ ചേർക്കുവാൻ ഇസ്രയേലിന്റെ ചെമ്മണ്ണ് പാതയിൽ ഇറങ്ങി. അതൊരു നിഴലെങ്കിൽ തള്ളിക്കളഞ്ഞ യഹൂദൻ ആരാ?
അവൻ്റെ രക്തം ഞങ്ങളുടെ മക്കളുടെ മേലും വന്നു ഭവിക്കട്ടെ. യേശുവിനെ വേണ്ട. ജാതികളെ ലക്ഷിപ്പാൻ അവൻ്റെ സ്വന്തം ജനത്തെ അവൻ മറന്നുകൊണ്ട് കണ്ടോ, ആ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ അവൻ തള്ളിയപ്പോൾ ആ കല്ല് താമസമിന മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടും. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും. യഥാർത്ഥ പാറ മധ്യാകാശത്തിൽ വരുമ്പോൾ ചെറുപാറയാകുന്ന നാം ഒരു മൊട്ട സൂചി കാന്തത്തെ പിടിച്ചെടുക്കുന്നത് പോലെ അവന്റെ ഗംഭീരനാദത്തിൽ മധ്യാകാശത്തിലേക്ക് കണ്ണുമങ്ങി അപ്പനെ ചേർക്കുവാൻ ഇസ്രയേലിന്റെ തെരുവീതികക്കകത്ത് മിസ്രൈമിന്റെ രഥം ഇറങ്ങിയല്ലോ, അന്ത്യത്തേക്കൽ ഇറങ്ങാൻ തന്റെ മക്കളെ ചേർക്കുവാൻ സങ്കീർത്തനക്കാരൻ പറഞ്ഞ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കും. 1000 വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളെ രാത്രി നാം കടക്കും. ആമോസിന്റെ പ്രവചനം 4:12. യഹൂദന്റെ നിലവിളി. ഒലിവുമല പിളരുമോ? യെരുശലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നവരുടെ അവസ്ഥകളെല്ലാം നാളെ രാത്രി പ്രവചനമാ സക്കറിയാവ്. ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ടിട്ട് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. സ്വോത്രം. എന്നോടൊരിക്കൽ ക്രിസ്വാസ് പാസ്റ്റർ ഇന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, എന്നോടൊരിക്കൽ പെന്തിക്കോസിൽ 2 പ്രാസംഗികർ പറയുക, പാസ്റ്ററിന് തീരെ സ്റ്റാൻഡേർഡ് ഇല്ലെന്ന്. യശൻകുമാർ കേൾക്കണം. സ്വോത്രം. എന്താ പറഞ്ഞതെന്നറിയോ? കാര്യം എന്താണെന്നറിയോ? യോഗം കഴിഞ്ഞ് ഈ കൊയറിൻ്റെ കൂടെ പാട്ട് പാടേണ്ട കാര്യം പാസ്റ്ററിനുണ്ടോ? സ്വോത്രം. 2 പ്രമുഖ പ്രാസംഗികർ, പേര് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ നാളെ പോസ്റ്റ് ഇടും, അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല. സ്വോത്രം. ഞാൻ പറഞ്ഞ മരണകരമായ അവസ്ഥയിൽ നിന്ന് എൻ്റെ അവസ്ഥ നല്ലോണം അറിയാവുന്നതാ ജസ്റ്റിൻ കുമാറിന് അറിയാം. സ്വോത്രം. ഇവിടെ ഇരിക്കുന്ന പല ദൈവദാസന്മാർക്കും അറിയാം. സ്വോത്രം. ഇന്ന് ബാക്കി ഞാൻ ക്രിസ്തുവാസ് ഭാഷ ഈ മരണകരമായ അവസ്ഥയിൽ നിന്ന് വിറയലുണ്ടെങ്കിലും എന്നെ എഴുന്നേൽപ്പിച്ച കർത്താവ്. അപ്പം പിന്നെ ഞാൻ വല്ലതും കൊടുക്കാതിരിക്കുന്ന മോശമില്ലയോ? സ്വോത്രം. ഈ പാട്ടുകാർക്കെല്ലാം അറിയാം. എത്ര വയ്യാങ്കിലും ഒരു പക്ഷിക്ക് 2 ചിറക്. ഒരു ചിറകിൽ വചനം, മറു ചിറകിൽ ആരാധന. അല്ല, വചനം മാത്രം കേട്ടുകൊണ്ട് മുട്ടച്ച ആരും പോകത്തില്ല. സത്യ നമസ്കാരികൾ ഇപ്പോൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു. 1 പരിശുദ്ധാത്മാവിലുള്ള ആരാധന, 2 സത്യവചനം. ഇതാ നിത്യതയിൽ എത്തിക്കുന്നത്. ഇത് രണ്ടുമില്ലാത്ത സഭ കള്ളസഭയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് എഴുന്നേൽക്കാൻ. ശാലേമിന്റെ രാജൻ വരാറായി. നമ്മുടെ സമാധാന പ്രഭു വരാറായി. എല്ലാ കരങ്ങളും അടിച്ചുകൊണ്ട് നമുക്ക് സന്തോഷമില്ലല്ലോ. ഒരു മഴത്തുള്ളി വീണില്ല മക്കള്. കാട്ടാക്കട പെയ്യോ, മലയങ്കീട് പെയ്യോ, യേശു ജീവിക്കുന്നെന്ന് മുട്ടച്ചലുകാർ കണ്ടോണ്ടിരിക്കല്ലോ. ഇതല്ലേ അത്ഭുതം. ബിക്കോസ് ഈസ് അലൈവ്. ഇന്ന് രാത്രി എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി നമ്മുടെ സമാധാനത്തിന്റെ പ്രഭു വരാറായി. നമ്മുടെ യേശുനാഥൻ വരാറായി. ഇന്ന് രാത്രി എല്ലാ കരങ്ങളും അടിച്ച് രീക ചാനക ബൗഡ മനാദന ബന്ധൽ കമന രഗത രഗത അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. ശക്തിയോടെ തോട്ടത്തിനുള്ളിൽ ജീവനാവി പകർന്നിടുവാൻ. തോട്ടത്തിനുള്ളിൽ ജീവനാവി പകർന്നിടുവാൻ. ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ശാലരാജൻ വരുന്നൊരു തുണി യേശുവെന്നും മുഴങ്ങിടുന്നു. ശാലരാജൻ വരുന്നൊരു തുണി യേശുവെന്നും മുഴങ്ങിടുന്നു. ക്രിസ്തുവീരൻ ഉണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. ക്രിസ്തുവീരൻ ഉണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. കാക്ഷിതം ഇടിച്ചു കളകാൻ, സ്നേഹത്താർന്നിക്കാം, വിശ്വാസം കൊടുക്കേ, മേലും ധൈര്യം നൽകട്ടെ. കാക്ഷിതം ഇടിച്ചു കളകാൻ മുഴക്കിടുന്നു. രാജൻ വരുന്നൊരു തുണി ദേശമെങ്കിലും മുഴക്കിടുന്നു. അത്ഭുതങ്ങൾ അടയാളം കേൾക്കാം, സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളം കേൾക്കാം, സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, ഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു.
ചേരുന്നു രോഗം മാറുന്നു ജനമൊന്നു ചേരുന്നു ശാലിരാജ് വരുന്നൊരു തുണി ദേശമെങ്ങും മുഴങ്ങിടുന്നു ശാലിരാജ് വരുന്നൊരു തുണി ദേശമെങ്ങും മുഴങ്ങിടുന്നു തെളിയിച്ചു കൊള്ളുക എന്റെ മാത്രം കവിഞ്ഞിടുന്നു തെളിയിച്ചു കൊള്ളുക എന്റെ മാത്രം കവിഞ്ഞിടുന്നു ശോഭയുള്ള കൂട്ടരോട് വിളിക്കുമ്പോൾ പാലിപ്പോകുവാൻ ഒഴിഞ്ഞിരിക്കും ഞാൻ